ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. വരുന്ന തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകൾ ഉറപ്പാക്കാൻ പരിശ്രമിക്കണമെന്ന് ബിജെപി പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിജെപി ദേശീയ കൺവെൻഷൻ ഇന്ന് സമാപിക്കും. ഇലക്ട്രൽ ബോണ്ടുകൾ സംഭാവന ചെയ്യുന്നവരുടെയും സ്വീകരിക്കുന്നവരുടെയും വിവരങ്ങൾ സമയപരിധിക്കുള്ളിൽ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2023 ജ്ഞാനപീഠ പുരസ്കാരം ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതൻ രാംഭദ്രാചാര്യയ്ക്കും. വയനാട്ടിൽ വന്യമൃഗാക്രമണത്തിന് ഇരയായവരുടെ വീടുകൾ രാഹുൽ ഗാന്ധി എംപി ഇന്ന് സന്ദർശിക്കും. പുൽപ്പള്ളിയിൽ വീണ്ടും കടുവാക്രമണം. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ബിജെപി ദേശീയ കൺവെൻഷൻ ഇന്ന് സമാപിക്കും. സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരവാഹി യോഗത്തിൽ പാർട്ടി നേതാക്കളെ അഭിസംബോധന ചെയ്തു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകൾ ഉറപ്പാക്കാൻ അടുത്ത 100 ദിവസം ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കാൻ ബിജെപി പ്രവർത്തകരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ദേശീയ നിർവാഹക സമിതി അംഗങ്ങൾ, ദേശീയ കൌൺസിൽ അംഗങ്ങൾ, എംപിമാർ, എംഎൽഎമാർ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങി 11,500 പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. സമാപന ദിവസമായ ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സുപ്രീംകോടതി ഉത്തരവിട്ട സമയപരിധിക്കുള്ളിൽ തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ സംഭാവന ചെയ്യുന്നവരുടെയും സ്വീകരിക്കുന്നവരുടെയും വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുന്നതിനാൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇവിഎം വഴിയോ ബാലറ്റ് പേപ്പർ വഴിയോ വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം കമ്മീഷൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒഡീഷയിലെ ഭുവനേശ്വറിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്ത ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യം അറിയിച്ചത്. പൊതു തെരഞ്ഞെടുപ്പിന് കമ്മീഷൻ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത മാസം 13-നകം ഇലക്ട്രൽ ബോണ്ടുകൾ സംഭാവന നൽകുന്നവരുടെയും സ്വീകരിക്കുന്നവരുടെയും വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശ് സന്ദർശിക്കും. ഉത്തർപ്രദേശിലുടനീളം 10 ലക്ഷം കോടി രൂപയിലധികം വിലമതിക്കുന്ന 14,000 പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉൽപാദനം, പുനരുപയോഗ ഊർജ്ജം, ഐടിഇഎസ്, ഭക്ഷ്യസംസ്കരണം, ഭവനം, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, വിനോദം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ. സംഭാൽ ജില്ലയിലെ ശ്രീ കൽക്കിധാം ക്ഷേത്രത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഇൻസാറ്റ് 3DS ISRO വിജയകരമായി വിക്ഷേപിച്ചു. ഇന്നലെ വൈകിട്ട് 5:35-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV F-14 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ വകുപ്പുകളുടെ കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ദൌത്യം വിജയകരമായതെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. 2274 കിലോഗ്രാം ഭാരമുള്ള ഇൻസാറ്റ് 3DS ഇന്ത്യയുടെ 4ാമത്തെ കാലാവസ്ഥാ ഉപഗ്രഹമാണ്. വിക്ഷേപിച്ച് 20 മിനിറ്റിനുള്ളിൽ നിശ്ചിത ഭ്രമണപഥത്തിൽ ഉപഗ്രഹത്തെ എത്തിക്കാൻ GSLV F-14 റോക്കറ്റിന് സാധിച്ചു. 10 വർഷത്തേക്ക് സജീവമായി പ്രവർത്തിക്കുന്ന ഇൻസാറ്റ് 3DS കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും പ്രയോജനകരമാണ്. 2023 ജ്ഞാനപീഠ പുരസ്കാരം ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതൻ രാംഭദ്രാചാര്യയ്ക്കും. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലൂടെ പ്രശസ്തനായ ഗുൽസാർ കവി, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ ചിത്രകൂടിലുള്ള തുളസി പീഠത്തിന്റെ സ്ഥാപകനും സംസ്കൃത പണ്ഡിതനും ആത്മീയ ആചാര്യനുമാണ് രാംഭദ്രാചാര്യ. കാഴ്ചാപരിമിതിയുള്ള വ്യക്തിയായ രാംഭദ്രാചാര്യ ഒട്ടേറെ കൃതികളും പുരാണ വ്യാഖ്യാനങ്ങളും രചിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ ജേതാവ് പ്രതിഭ റായ് അധ്യക്ഷയായ സെലക്ഷൻ കമ്മിറ്റിയാണ് 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെ നിർണയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രദർശന അഭ്യാസം വായുശക്തി 2024 ഇന്നലെ രാജസ്ഥാനിലെ പൊക്രായിൽ നടന്നു. വ്യോമസേനയുടെ വിവിധ ആക്രമണ പ്രതിരോധ ശക്തികൾ അഭ്യാസത്തിൽ പ്രദർശിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്തുള്ള പൊക്രാൻ റേഞ്ചിലാണ് രാവും പകലും നീണ്ടുനിന്ന പ്രദർശന അഭ്യാസം നടന്നത്. കരസേനയുമായി ചേർന്ന് നടത്തിയ സംയുക്ത പ്രകടനങ്ങളും ഇത്തവണത്തെ വായുശക്തി അഭ്യാസത്തിന് കരുത്തു പകർന്നു. ഇരുസേനകളും തമ്മിലുള്ള ശക്തമായ സഹകരണം വെളിവാക്കുന്നതായിരുന്നു ഇത്. തദ്ദേശീയ വിമാനമായ തേജസും ഹെലികോപ്റ്ററുകളായ പ്രജന്തും ധ്രുവും ഉൾപ്പെടെ 121 വിമാനങ്ങൾ അഭ്യാസത്തിൽ പങ്കെടുത്തു. കൂടാതെ റഫാൽ, മിറാഷ് 2000, സുഖോയ് 30, MKI, ജാഗ്വാർ എന്നീ യുദ്ധവിമാനങ്ങളും
ചിനൂക്ക്, അപ്പാച്ചെ, MI-17 തുടങ്ങിയ നൂതന ഹെലികോപ്റ്ററുകളും അഭ്യാസത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമ കവച മിസൈൽ സംവിധാനങ്ങളായ ആകാശ്, സമർ എന്നിവയുടെ ശക്തി പ്രദർശനവും അഭ്യാസത്തിന്റെ മുഖ്യ ആകർഷണങ്ങളായിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ജർമ്മനിയിൽ നടക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഉഭയകക്ഷി സഹകരണത്തെ സംബന്ധിച്ചും അദ്ദേഹം ആശയവിനിമയം നടത്തി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സൌഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇടപെടലിനെ ഡോക്ടർ ജയശങ്കർ അഭിനന്ദിച്ചു. യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് പോളണ്ട് വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ചർച്ച നടത്തി. സമീപകാല ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് പോർച്ചുഗൽ, ബെൽജിയം എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ ചർച്ച ചെയ്തു. ഈ മാസം 21 മുതൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഗ്രീസ് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും ഉന്നത വ്യവസായ പ്രതിനിധി സംഘവും അദ്ദേഹത്തെ അനുഗമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷ്, പോൾ എന്നിവരുടെ വീടുകൾ രാഹുൽ ഗാന്ധി MP ഇന്ന് സന്ദർശിക്കും. ഇന്നലെ രാത്രി കണ്ണൂരിൽ വിമാനമിറങ്ങിയ രാഹുൽ ഗാന്ധി രാവിലെ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. അതേസമയം കാട്ടാനാക്രമണത്തിൽ ഒരാഴ്ചയ്ക്കിടെ 2 പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഇന്നലെ നടന്ന ഹർത്താലിനിടെയുള്ള സംഘർഷങ്ങളിൽ കേസെടുക്കാൻ പോലീസ് തീരുമാനം. പുൽപ്പള്ളിയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും പോലീസ് കേസെടുക്കുക. അതിനിടെ വയനാട് പുൽപ്പള്ളി ആശ്രമക്കൊല്ലിയിൽ കടുവ പശുക്കിടാവിനെ കൊന്നു. ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിലാണ് സംഭവം. രാത്രി 11:30ഓടെയാണ് സംഭവം. സംസ്ഥാനതല തദ്ദേശ സ്ഥാപന ദിനാഘോഷ പരിപാടികൾ ഇന്ന് കൊട്ടാരക്കരയിൽ ആരംഭിക്കും. മന്ത്രി MP രാജേഷ് പതാക ഉയർത്തും. തുടർന്ന് അക്കാദമിക് സെഷനുകൾ നടക്കും. നാളെ സുസ്ഥിര വികസനവും പ്രാദേശിക സർക്കാരും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ഇന്നലെ കാപ്പുകെട്ട് ചടങ്ങോടെയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമായത്. ഈ മാസം 25-നാണ് ആറ്റുകാൽ പൊങ്കാല. 26-ന് കാപ്പഴിച്ച് കുരുതിതർപ്പണം നടത്തുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായി നിരോധിച്ചു. അർബുദത്തിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് പിങ്ക് നിറത്തിലുള്ള പഞ്ഞിമിഠായി നിരോധിച്ച് തമിഴ്നാട് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. തുണിത്തരങ്ങൾക്ക് നിറം നൽകുന്ന റോഡമിൻ B എന്ന രാസവസ്തു ഉപയോഗിക്കുന്നതായി തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ 4 സ്ത്രീകൾ ഉൾപ്പെടെ 10 പേർ മരിച്ചു. ഫാൻസി പടക്കങ്ങൾക്കായി രാസവസ്തുക്കൾ കലർത്തുന്നതിനിടെ കെമിക്കൽ മിക്സിംഗ് റൂമിനുള്ളിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ഇന്നും ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ശക്തമായ നിലയിൽ. 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 322 റൺസിന്റെ ലീഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 3ാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് 319 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ 2 വിക്കറ്റിന് 196 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി നേടി. പരമ്പരയിലെ യശസ്വിയുടെ 2ാം സെഞ്ചുറിയാണിത്. FIH വനിതാ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യയ്ക്ക് ജയം. റൂർക്കേലയിലെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ ഇന്ത്യ 1-0-നാണ് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആന്ധ്രാപ്രദേശിനെതിരെ കേരളം മികച്ച നിലയിൽ. 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ കേരളം 3 വിക്കറ്റ് നഷ്ടത്തിൽ 258 റൺസ് എടുത്തു. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ FC ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. വരുന്ന തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകൾ ഉറപ്പാക്കാൻ പരിശ്രമിക്കണമെന്ന് BJP പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP ദേശീയ കൺവെൻഷൻ ഇന്ന് സമാപിക്കും. ഇലക്ട്രൽ ബോണ്ടുകൾ സംഭാവന ചെയ്യുന്നവരുടെയും സ്വീകരിക്കുന്നവരുടെയും വിവരങ്ങൾ സമയപരിധിക്കുള്ളിൽ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2023 ജ്ഞാനപീഠ പുരസ്കാരം ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യയ്ക്കും. വയനാട്ടിൽ വന്യമൃഗാക്രമണത്തിന് ഇരയായവരുടെ വീടുകൾ രാഹുൽ ഗാന്ധി MP ഇന്ന് സന്ദർശിക്കും. പുൽപ്പള്ളിയിൽ വീണ്ടും കടുവാക്രമണം. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.